എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏഷ്യ കപ്പ് 2025 ശേഷം ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള 2 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ ആദ്യ ദിനം തന്നെ ഇന്ത്യൻ പേസർമാരുടെയും സ്പിന്നർമാരുടെയും തീപാറുന്ന പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ചു. മുഹമ്മദ് സിറാജ്, ജസ്പ്രീത് ബുംറ, കുൽദീപ് യാദവ് എന്നിവർ ചേർന്ന് വിൻഡീസ് ബാറ്റിംഗ് നിരയെ ചീട്ടക്കൊട്ടാരം പോലെ തകർത്തെറിഞ്ഞു. വെസ്റ്റ് ഇൻഡീസ് നായകൻ റോസ്റ്റൺ ചേസ് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും ആ തീരുമാനം പാടെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ പന്തെറിയാൻ ക്ഷണിച്ചത് വേഗതയുടെ ആശാൻ ജസ്പ്രീത് ബുംറയെ ആയിരുന്നു. ബുംറയും മറുവശത്ത് മുഹമ്മദ് സിറാജും ചേർന്ന് വിൻഡീസ് ഓപ്പണർമാരായ ജോൺ ക്യാമ്പലിനെയും ടാഗ്നറൈൻ ചന്ദ്രപാലിനെയും വരിഞ്ഞുമുറുക്കി. 4-ാം ഓവറിൽ സിറാജിന്റെ തീപ്പൊരി പന്തിൽ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേലിന് ക്യാച്ച് നൽകി ചന്ദ്രപാൽ പുറത്തായത് വെസ്റ്റ് ഇൻഡീസിന് ആദ്യ പ്രഹരമായി. തൊട്ടു പിന്നാലെ 8-ാം ഓവറിൽ ജോൺ ക്യാമ്പലിനെ ബുംറയുടെ മനോഹരമായ പന്തിൽ ജുറേൽ തന്നെ പിടികൂടി. ബ്രെൻഡൻ കിങ് ആക്രമിച്ചു കളിക്കാൻ ശ്രമിച്ചെങ്കിലും 10-ാം ഓവറിൽ സിറാജിന്റെ കൃത്യതയാർന്ന യോർക്കറിൽ ക്ലീൻ ബോൾഡായി മടങ്ങി. പിന്നീട് അലിക് അദാനസെ KL രാഹുലിന്റെ കയ്യിൽ ഒതുങ്ങിയതോടെ 12 ഓവറിൽ 4 വിക്കറ്റിന് 49 റൺസ് എന്ന നിലയിലേക്ക് വിൻഡീസ് വീണു. സിറാജ് തന്റെ 3-ാം വിക്കറ്റും ഈ കൂട്ടത്തിൽ സ്വന്തമാക്കി. ലഞ്ച് ബ്രേക്കിന് ശേഷം കളി പുനരാരംഭിച്ചപ്പോൾ സായ് ഹോപ്പും റോസ്റ്റൺ ചേസും ചേർന്ന് വിൻഡീസ് ഇന്നിംഗ്സ് നേരെയാക്കാൻ ശ്രമിച്ചു. എന്നാൽ 24-ാം ഓവറിൽ സ്പിൻ മാന്ത്രികൻ കുൽദീപ് യാദവ് അവതരിച്ചു. തന്റെ തകർപ്പൻ ബൌളിംഗിലൂടെ സായ് ഹോപ്പിനെ ക്ലീൻ ബോൾഡാക്കി മടക്കി അയച്ചതോടെ വിൻഡീസിന് 5-ാം വിക്കറ്റും നഷ്ടമായി. അപ്പോൾ സ്കോർ 5-89. തുടർന്ന് 27-ാം ഓവറിൽ സിറാജ് റോസ്റ്റൺ ചേസിനെ ധ്രുവ് ജുറേലിന്റെ കൈകളിലെത്തിച്ച് തന്റെ 4-ാം വിക്കറ്റ് തികച്ചു. വിൻഡീസ് 6-109 എന്ന നിലയിൽ പരുങ്ങലിലായി. ജസ്റ്റിൻ ഗ്രീവ്സ്, ക്യാരി പിയറി എന്നിവർ ചേർന്ന് ഏതാനും ഓവറുകൾ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചെങ്കിലും 38-ാം ഓവറിൽ വാഷിംഗ്ടൺ സുന്ദർ പിയറിയെ LBW ആക്കി പുറത്താക്കി. പിന്നാലെ 39-ാം ഓവറിൽ ബുംറയുടെ മാരകമായ പന്തിൽ ജസ്റ്റിൻ ഗ്രീവ്സ് ക്ലീൻ ബോൾഡായി മടങ്ങി. ഇതോടെ വിൻഡീസ് 8-150 എന്ന നിലയിലായി. തുടർന്ന് വന്ന ജോഹാൻ ലെയ്നിനെ ബുംറയും അവസാന വിക്കറ്റായി ജോമൽ വാരിക്കനെ കുൽദീപ് യാദവും വീഴ്ത്തിയതോടെ വെസ്റ്റ് ഇൻഡീസിന്റെ 1-ാം ഇന്നിംഗ്സ് 45 ഓവറിൽ 162 റൺസിന് അവസാനിച്ചു. ഇന്ത്യക്കായി മുഹമ്മദ് സിറാജ് തന്റെ തീവ്രമായ ബൌളിംഗിലൂടെ 10 ഓവറിൽ 44 റൺസ് വഴങ്ങി 4 വിക്കറ്റുകൾ നേടി. ജസ്പ്രീത് ബുംറ 9 ഓവറിൽ 38 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ സ്വന്തമാക്കി. കുൽദീപ് യാദവ് 7 ഓവറിൽ 22 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റുകളും വാഷിംഗ്ടൺ സുന്ദർ 1 വിക്കറ്റും മികച്ച പിന്തുണ നൽകി. വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ജസ്റ്റിൻ ഗ്രീവ്സ് 32, സായ് ഹോപ്പ് 26, റോസ്റ്റൺ ചേസ് 24 എന്നിവർ മാത്രമാണ് ചെറുതുനിൽക്കാൻ ശ്രമിച്ചത്. വിൻഡീസിനെ വെറും 162 റൺസിന് ചുരുട്ടിക്കെട്ടിയ ശേഷം ഇന്ത്യയുടെ ബാറ്റിംഗ് ആക്രമണം കണ്ടതോടെ ആരാധകരുടെ ആവേശം വാനോളം ഉയർന്നു. ദിവസാവസാനം ഇന്ത്യ 2 വിക്കറ്റിന് 121 റൺസ് എന്ന ശക്തമായ നിലയിലാണ്. ചെറിയ സ്കോർ പിന്തുടർന്നിറങ്ങിയ ഇന്ത്യക്ക് ഓപ്പണർമാരായ KL രാഹുലും യശസ്വി ജയ്സ്വാളും ചേർന്ന് മികച്ച തുടക്കമാണ് നൽകിയത്. KL രാഹുലും യശസ്വി ജയ്സ്വാളും പ്രതിരോധവും ആക്രമണവും സംയോജിപ്പിച്ചുകൊണ്ട് ബാറ്റ് വീശി 68 റൺസിന്റെ ശക്തമായ കൂട്ടുകെട്ട് പടുത്തുയർത്തി. എന്നാൽ 19-ാം ഓവറിൽ പേസർ ജേഡൻ സീൽസിന്റെ ഒരു മികച്ച പന്തിൽ വിക്കറ്റ് കീപ്പർ സായ് ഹോപ്പിന് ക്യാച്ച് നൽകി യശസ്വി ജയ്സ്വാൾ 36-ന് പുറത്തായത് ഇന്ത്യക്ക് ആദ്യ പ്രഹരമായി. പിന്നീടെത്തിയ യുവതാരം സായ് സുദർശൻ ക്രീസിൽ നിലയുറപ്പിക്കാൻ ബുദ്ധിമുട്ടുകയും റോസ്റ്റൺ ചേസിന്റെ സ്പിന്നിന് മുന്നിൽ LBW ആയി വീഴുകയും ചെയ്തതോടെ ഇന്ത്യ 2-90 എന്ന നിലയിലായി. എന്നാൽ ഒരറ്റത്ത് വിക്കറ്റ് പോയപ്പോഴും KL രാഹുൽ തന്റെ പരിചയ സമ്പത്ത് ഉപയോഗിച്ച് ശ്രദ്ധയോടെ ബാറ്റ് ചെയ്തു. പരിക്കിന്റെ ചെറിയ ബുദ്ധിമുട്ടുകൾക്കിടയിലും തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച രാഹുൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ രാഹുലിന് മികച്ച പിന്തുണ നൽകി. ദിവസാവസാനം വരെ വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ ഇരുവരും ക്രീസിൽ ഉറച്ചുനിന്ന് ഇന്ത്യൻ സ്കോർ 121-ൽ എത്തിച്ചു. വെസ്റ്റ് ഇൻഡീസിന്റെ സ്കോർ മറികടക്കാൻ ഇന്ത്യക്കിനി വെറും 41 റൺസ് മാത്രം മതി. 2-ാം ദിവസം ലഞ്ചിന് മുൻപ് തന്നെ ഇന്ത്യക്ക് ലീഡ് നേടാൻ സാധിക്കും. അതിനായി നമുക്ക് കാത്തിരിക്കാം. നാളെ രാഹുൽ തന്റെ സെഞ്ചുറി പൂർത്തിയാക്കുമോ? അതുപോലെ മധ്യനിരയിൽ വിൻഡീസ് സ്പിൻ ആക്രമണം ഇന്ത്യക്ക് തലവേദന സൃഷ്ടിക്കുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഇന്ത്യ എത്ര റൺസിന്റെ ലീഡ് എടുത്ത് വിൻഡീസിനെ സമ്മർദ്ദത്തിലാക്കുമെന്ന് കൂടി പ്രവചിക്കൂ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.